നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഹൈക്കോടതി എക്സാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഹൈക്കോടതി എക്സാമിൻ്റെ ഒബ്ജക്റ്റീവ് ടോപ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ഫ്രീ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ്സേ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള എസ്സേ നിങ്ങൾ എഴുതണമെങ്കിൽ അത് രണ്ട് രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ടെക്നിക്ക് പഠിച്ചെടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഡിസ്ക്രിപ്റ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന എസ്സേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ലോങ് ടേം ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എസ്സേ. അതുകൊണ്ട് തന്നെ എസ്സേയുടെ ഈ ഒരു ക്ലാസ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കണ്ടന്റിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം മൺഡേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സിൽ എസ്സേ റൈറ്റിംഗ് ടെക്നിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എസ്സേ കണ്ടന്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. കാര്യം കഴിഞ്ഞ 3 തവണത്തെ എസ്സേയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തവണ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ വരാമെന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഏതൊക്കെ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നും നിങ്ങൾക്ക് ആ ഒരു ഐഡിയയിലൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 എക്സാമിൽ ചോദിച്ചിട്ടുള്ള എസ്സേ ടോപ്പിക്സ് ആണ്. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് എസ്സേസ് 150 വേർഡ്സ് ഈച്ച് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ്. ആ ഒരു എക്സാമിന് കൊടുത്തിരുന്ന ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. ദ പ്രാക്ടിക്കൽ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ജൂറിസ്പ്രുഡൻസ്. ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ജുഡീഷ്യറിയിൽ ഉപയോഗിക്കാമെന്നും അത് കാരണം നമുക്ക് ലഭിക്കാവുന്ന ബെനിഫിറ്റ്സും അതിൻ്റെ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് എസ്സേയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. 150 വേർഡിൻ്റെ ഒരു എസ്സേ എന്ന് പറയുമ്പം വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൻ്റെയും ടെക്നിക്കൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടെക്നിക് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ആദ്യം ഇതിൻ്റെ ഒരു യൂസിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. അതിനുശേഷം അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാര, അതിനുശേഷം അതിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ്, ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് ആയിട്ടുള്ള ചെറിയൊരു പാരഗ്രാഫ്. അങ്ങനെ 150 വേർഡിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ആണ് എഴുതേണ്ടത്. ഇത് വേറെ രീതിയിൽ ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ബേസിക്കലി ഇതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ടെക്നോളജി ഇൻ ജുഡീഷ്യറി ആണ്. ആ ഒരു കോർ ഐഡിയയിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത്. ബേസിക്കലി ഇത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള അന്നും ഇപ്പോഴും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്. യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്. ഇതും കറണ്ട് അഫയേഴ്സ് ആയിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കേരള സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനു മുമ്പും കേരളത്തിലെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന രീതിയിലുള്ളൊരു ചോദ്യമെന്ന് മാത്രമാണ്. നമുക്കറിയാം ജൂലൈ 30, 2024 വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് നടന്നിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു അത്. അതുമായിട്ട് വേണമെങ്കിൽ ഈ ഒരു ചോദ്യത്തെ കണക്ട് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം ഗ്ലോബൽ ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് സാങ്ഷൻസ്. ഗ്ലോബൽ ഇമ്പാക്റ്റ് ഓൺ എക്കണോമിക് സാങ്ഷൻസ് ഇതൊരു ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം ഇതും കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം തന്നെയാണ്. 2026 2024 ഇപ്പോഴും ഈ എക്കണോമിക് സാങ്ഷൻസ് പല രാജ്യങ്ങൾക്കും എക്കണോമിക് സാങ്ഷൻസും അത് കാരണം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഈ പറയുന്ന എക്കണോമിക് സാങ്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ ഇപ്പോഴും ന്യൂസിൽ വരുന്നതാണ്. ഉദാഹരണത്തിന് റഷ്യ യുക്രൈൻ വാർ കാരണം റഷ്യക്ക് ഫേസ് ചെയ്യുന്ന എക്കണോമിക് സാങ്ഷൻസ് കാരണം ഇന്ത്യക്ക് ഓയിൽ അവിടെ നിന്ന് മേടിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഓയിൽ മേടിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നു. ഇതൊക്കെ ആ ഒരു ലിങ്കാണ്, അത് ഗ്ലോബൽ ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കണ്ടന്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് 2021 ചോദ്യം നോക്കാം. 2021 സെയിം ഫോർമാറ്റ് തന്നെയായിരുന്നു. അന്നത്തെ എക്സാമിന് കൊടുത്തിരുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് പാൻഡമിക് ഓൺ ജുഡീഷ്യൽ പ്രോസസ്. 2020 പറയുന്നത് കോവിഡ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിരുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് കോവിഡ്. ആ ഒരു കറണ്ട് അഫയേഴ്സ് ഈവൻറ്റും ജുഡീഷ്യറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 2024 ചോദ്യത്തിൽ ഫസ്റ്റ് ചോദ്യം ഇതുപോലെ തന്നെയായിരുന്നു. കാരണം AI ഒക്കെ വളരെ ഹോട്ട് ടോപ്പിക്കായിരുന്നു ആ സമയത്ത്. AIയും ജുഡീഷ്യറി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് 2024 ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നതും ഈ പറയുന്ന അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഹൈബ്രിഡ്.
മൂന്നാമത്തെ ജുഡീഷ്യലായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ട്രയൽ ബൈ മീഡിയ. കാര്യം മീഡിയ ട്രയൽ ഒരു ടോപ്പിക് ഇപ്പോഴും റെലവൻ്റ് ആണ്. അതേ ടോപ്പിക്ക് തന്നെ ചോദിക്കണമെന്നില്ല, ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രയൽ അല്ലെങ്കിൽ ട്രയൽ ബൈ സോഷ്യൽ മീഡിയ എന്ന് കൊടുക്കുകയാണെങ്കിൽ പുതിയൊരു ടോപ്പിക്കാണ്, 2026 റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് ടോപ്പിക്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും തവണയും ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരുപാട് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ടെക്നിക്കിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഏതൊക്കെ ടൈപ്പിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊരു ക്ലാസ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ 2019 ചോദിച്ച ചോദ്യം നോക്കാം. സോ 2019 പാറ്റേണിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. 2021 2024 ഷോർട്ട് എസ്സേസ് ആണ് ചോദിച്ചിരുന്നത്. 3 ടോപ്പിക്ക് തന്നിട്ട് അതിൽ ഏതെങ്കിലും 2 ടോപ്പിക്കുകളിൽ നിന്നും എസ്സേ എഴുതാനാണ് ചോദിച്ചിരുന്നത്. അതായത് 150 വേർഡ്സിൻ്റെ ഷോർട്ട് എസ്സേ ആയിരുന്നു ചോദിച്ചിരുന്നതെങ്കിൽ 2019 അതിന് മുമ്പത്തെ എക്സാമിനും സിംഗിൾ എസ്സേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് 2 ടോപ്പിക്ക് തന്നിട്ട് 250 വേർഡിൽ കവിയാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ലോങ് എസ്സേ എഴുതാനായിരുന്നു ചോദ്യം. സോ അന്ന് ചോദിച്ചിരുന്ന ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ സെയിം പാറ്റേൺ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനു മുമ്പും ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാര്യം ഈ ഒരു ചോദ്യമാണ് അന്ന് ചോദിച്ചിരുന്നത്. ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദി ഫ്ലഡ്സ് ഓഫ് 2018. ഒരു വർഷം മുമ്പ് വരെ നടന്നിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 2018 ഫ്ലഡ് ആണ്. ആ ഒരു ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് അന്ന് ചോദിച്ചിരുന്നത്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ചേഞ്ചസ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഇൻ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ടു സൂട്ട് ദ 21st century വേൾഡ്. 2019 എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. നമുക്കറിയാം ഇതിനു മുമ്പും 2021 ഹൈബ്രിഡ് ലേണിംഗ് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ജനറൽ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പം വുമൻ എംപവർമെൻറ്റ്, ജെൻഡർ ഇൻഇക്വാളിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കേരള സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ ഈ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരള സ്പെസിഫിക് ആയിട്ട് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഡെമോഗ്രഫിക്കൽ ചേഞ്ചസ്, അതായത് ഇപ്പം ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുക, അങ്ങനെയുള്ള ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.